VS അല്ല പിണറായി എന്ന് പറയുന്നതിലും കൂടുതൽ ശരി പിണറായി എന്ന പാർട്ടി സെക്രട്ടറി അല്ല ഗോവിന്ദൻ എന്ന് പറയുന്നതാവും. VS എന്ന നേതാവുമായിട്ട് പിണറായിക്കുള്ള ആകെയുള്ള ഒരു സാമ്യം എന്ന് പറയാൻ പിണറായിക്കുള്ള ജനപിന്തുണ മാത്രമാണ്. VSന്റെ അണികൾ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാത്ത പാർട്ടി അണികളായിരുന്നെങ്കിൽ പിണറായിയുടെ അണികൾ അധികാരത്തിൻ്റെ അപ്പകഷ്ണം തേടി നിന്നവരായിരുന്നു എന്ന് മാത്രം. പ്രതിപക്ഷത്തേക്കാൾ വലിയ പ്രതിപക്ഷമായിരുന്നു അന്ന് പാർട്ടി. പല തലങ്ങളിൽ VSനെ ശ്വാസം മുട്ടിച്ച് കൊണ്ടുപോകാൻ പിണറായിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിണറായി മുഖ്യനായപ്പോൾ തനിക്ക് ഒരിക്കലും VSന്റെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതായത് പാർട്ടിയിൽ സ്വാധീനം ചെലുത്തിയിട്ട് തൻ്റെ ഇഷ്ടക്കാരെ മുഴുവൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്താനായിരുന്നു പിണറായി ശ്രമിച്ചത്. സ്വാധീനങ്ങളിൽ വീഴുന്ന ആളുകൾ മതി പാർട്ടി സെക്രട്ടറി എന്ന് അദ്ദേഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊടിയേരിയെ ഒതുക്കാനുള്ള പ്രയാസം മകൻ കഞ്ചാവ് കേസിൽ പെട്ടപ്പോൾ അതങ്ങോട്ട് പോയി കിട്ടി. പിന്നീട് ഗോവിന്ദനും വിജയരാഘവും പോലുള്ള അടിമക്കൂട്ടങ്ങൾ വന്ന് പിണറായിക്ക് ഈ വഴി എളുപ്പമാക്കി കൊടുത്തു. പകരത്തിന് പകരം പോലെ സ്വന്തം കുടുംബങ്ങൾക്ക് വാരിക്കോരി പദവികൾ കൊടുക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ സ്വന്തം വീട്ടുകാർ പോലും പിണറായി മുഖ്യനായപ്പോൾ വേഷത്തിലും ഭാവത്തിലും മുതലാളിത്ത ഭാവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അത് പ്രശ്നമാകുമെന്നും പിണറായിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പല പല രീതിയിൽ ജനങ്ങളിൽ തന്നെ പൈസ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ പുള്ളി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു, സഖാക്കൾ. യഥാർത്ഥ സഖാക്കൾ, ഒന്നും പ്രതീക്ഷിക്കാതെ കൊടി പിടിച്ചവർ, ചുവപ്പ് കൊടിയിൽ മാത്രമല്ല മനസ്സിലും കൊണ്ടു നടന്നവർ, പാർട്ടി ഇല്ലാതായി പോകും എന്ന് മനസ്സിലാക്കി അവരെ തിരിഞ്ഞു നടന്നു. അവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ടാകില്ല, പക്ഷേ അവരുടെ കാലുകളുടെ വേഗത അതിനെല്ലാം മുന്നേ കേൾക്കേണ്ടവരെയും അറിയേണ്ടവരെയും അറിയിക്കുന്നുണ്ടായിരുന്നു. പിണറായി ഇനി വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അവരത് നടപ്പിലാക്കി. ഭൂകമ്പമുണ്ടായാലും 55 സീറ്റ് കിട്ടുന്ന എന്ന രീതിയിലെല്ലാം പൊളിച്ചെഴുതിയിട്ടും തോൽക്കണമെങ്കിൽ സഖാക്കൾ തന്നെ വിചാരിക്കണ്ടേ. ഗോവിന്ദനെയോ രാകേഷിനെ പോലെയുള്ളവരല്ല, പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അവരാണ് ഈ പാർട്ടിയെ തോൽപ്പിച്ചത്. അവരുടെ വിശ്വാസം ഇനി നേടാൻ അവർക്ക് ഇനി ഒരു ശക്തനായ നേതാവിനെ തന്നെ വേണ്ടിവരും. രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു നേതാവിനെയല്ല, സഖാവിനെ പോലെ, യഥാർത്ഥ സഖാവിനെ പോലെ സേവിക്കുന്ന ഒരു നേതാവിനെയാണ് അവർക്ക് ആവശ്യം. ആ നേതാവ് എന്ന് തിരിച്ചു വരുമോ അന്ന് LDF വീണ്ടും അധികാരത്തിൽ വരും. ഒരു ശക്തമായ ഒരു ഭരണപക്ഷം ഉണ്ടാവും. അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒന്നേ ഉള്ളൂ, തമ്മിൽ തല്ല, ഫ്ലക്സുകൾ കീറുക, കൊടിമരങ്ങൾ നിലത്തിട്ട് ചവിട്ടുക, ബന്ദ്, ഹർത്താൽ, പണിമുടക്ക് തുടങ്ങിയ പേരിൽ ജനങ്ങളെ നട്ടം തിരിയിക്കുക. യഥാർത്ഥ കമ്മ്യൂണിസം വരണമെങ്കിൽ ഒരു നല്ലൊരു സഖാവ് നേതാവായിട്ട് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.